ഉത്തരങ്ങൾ തേടി വില്യംസ് തന്റെ കാറിൽ ആ ഫാക്ടറി ലക്ഷ്യമാക്കി യാത്രയായി. അപ്പോൾ കണ്ടത് നിശബ്ദമായ ഫാക്ടറി. കാൽപ്പാടുകൾ പിന്തുടർന്ന് വില്യംസ് വാതിൽ തള്ളി തുറന്നപ്പോൾ തണുത്ത ഇരുട്ട് അവനെ വിഴുങ്ങി. ഉള്ളിൽ ഇരുണ്ട മൂലയിൽ മോഹൻ. വായിൽ തുണി തിരുകി കൈകൾ ബന്ധിച്ച്. മോഹന്റെ പേടി അഭിനയമായിരുന്നില്ല, അത് അതിജീവനത്തിനായുള്ള വെപ്രാളമായിരുന്നു. വില്യംസ് വേഗം മോഹന്റെ അടുത്തേക്ക് കുതിച്ചു. കയറുകൾ അഴിച്ചുമാറ്റി വായിലെ തുണി നീക്കി. ആരാണിത് ചെയ്തത്? വില്യംസ് ചോദിച്ചു. മോഹന്റെ കണ്ണുകൾ നിലത്തു വീണ എന്തോ ഒരു വസ്തുവിലേക്ക് മാറി 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 നോക്കുന്നുണ്ടായിരുന്നു. വില്യംസ് സംശയിച്ചു. മോഹന്റെ കൈകൾ ഭിത്തിയിലെ ചിത്രത്തിലേക്ക് വിരൽ ചൂണ്ടി. വില്യംസ് ആ ചിത്രം തിരിച്ചു പിടിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ ചുവന്ന മഷി കൊണ്ട് എഴുതിയ 404 എന്ന അക്കം. അപ്പോഴാണ് വില്യംസ് ആ സത്യം ശ്രദ്ധിച്ചത്. മോഹൻ നോക്കിയിരുന്നത് തറയിലെ പുതിയതും ഒരു തരി പോലും നനയാത്തതുമായ ഒരുതരം വെളുത്ത പൊടിയിലേക്കായിരുന്നു. പുറത്ത് മഴയുണ്ടായിട്ടും ഈ പൊടി നനഞ്ഞില്ല. ഇവിടെ എന്തോ പൊരുത്തക്കേടുണ്ട്. നിശബ്ദത കീറി മുറിച്ച് പുറത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം, ടയറുകൾ ഉരസുന്ന ശബ്ദം വ്യക്തമായി കേൾക്കാം. കിഡ്നാപ്പർ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി സമയമില്ല. വില്യംസ് മോഹനെ താങ്ങിയെടുത്തു. ഓടുന്നതിന് മുമ്പ് മൊബൈലിൽ 404 എന്ന് ടൈപ്പ് ചെയ്തു. അത് ഗൂഗിൾ മാപ്പിലെ ഒരു ലൊക്കേഷനെയാണ് സൂചിപ്പിച്ചത്. അവർ വാതിൽക്കലെത്തിയപ്പോൾ മോഹൻ പെട്ടെന്ന് നിന്നു. അവന്റെ മുഖത്തെ ഭയം മാറി. അവിടെ ഒരു അവജ്ഞയും വിജയവും നിറഞ്ഞ ക്രൂരമായ പുഞ്ചിരി വിടർന്നു. മോഹൻ വായിൽ തിരുകിയ തുണി ഊരിയെടുത്തു. മോഹൻ ശാന്തമായി, കടുപ്പത്തിൽ. നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിച്ചു, ഡിറ്റക്റ്റീവ് വില്യംസ്. നിങ്ങൾ കൃത്യമായി എനിക്ക് ആവശ്യമുള്ള തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു. വാതിൽ തുറന്ന അകത്തേക്ക് വന്നത് സ്റ്റുഡിയോ അസിസ്റ്റന്റ് ആയിരുന്നു. മോഹൻ, നിങ്ങൾ സത്യം കണ്ടെത്തിയില്ല വില്യംസ്. സത്യം ഞാൻ നിങ്ങളെക്കൊണ്ട് കണ്ടെത്തിച്ചു. ഇനി ഈ 404 ട്രാപ്പ് ഇവിടെ അവസാനിക്കുന്നു. വില്യംസ് പിന്നിലേക്ക് മാറി. മോഹന്റെ വെല്ലുവിളി കേട്ട് അയാൾ ശബ്ദമുയർത്തി ചിരിച്ചു. വില്യംസ്, കെണികളാണ് മോഹൻ എൻ്റെ ജോലി. നിങ്ങളൊരു ഏജന്റാണ്, ബുദ്ധിമാനാണ്. പക്ഷേ ഒരു ഡിറ്റക്റ്റീവിനെ കളിക്കാനായി ഉപയോഗിക്കുമ്പോൾ ഒരു തെളിവെങ്കിലും ബാക്കി വെക്കണമായിരുന്നു. മോഹന്റെ മുഖത്തെ പുഞ്ചിരി ഭയത്തിലേക്ക് വഴിമാറി. വില്യംസ്, ഫാക്ടറിയിൽ വന്ന ഉടൻ ഞാൻ കണ്ട പുതിയ കാൽപ്പാടുകൾ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ നാടകമാണെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് അകത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ ഒരു കാര്യം കൂടി, നിങ്ങൾ പേടിച്ചു നോക്കിയ ആ നനയാത്ത പൊടി എന്തിൻ്റേതാണെന്നറിയാമോ? ഫയർ എക്സ്റ്റിങ്വിഷർ പൊടി. ഈ നാടകം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ വെടിവെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ തെളിവ്. മോഹൻ ഞെട്ടി. അയാളുടെ അസിസ്റ്റന്റ് ഭയന്ന് ഭിത്തിയോട് ചേർന്നു നിന്നു. പെട്ടെന്ന് ശബ്ദമില്ലാത്ത ഫാക്ടറിക്കുള്ളിലേക്ക് പുറത്തുനിന്ന് പോലീസ് സൈറണുകൾ അടുത്തടുത്ത് വരുന്ന ശബ്ദം. മോഹന്റെ തിരോധാനം ഒരു ഗൂഢാലോചനയായിരുന്നെങ്കിൽ വില്യംസിന്റെ കൂർത്ത നിരീക്ഷണമായിരുന്നു അതിനെ തകർത്തത്. മോഹന്റെ 404 തൻ്റെ തന്നെ ജയിൽ വാതിലായി മാറി. വില്യംസിന്റെ ചെറിയ ഒരു മുൻകരുതലിനും ബുദ്ധിക്കും മുന്നിൽ മോഹൻ തോൽവി സമ്മതിച്ച് കൈകൾ ഉയർത്തി. പോലീസ് ഫാക്ടറിക്കുള്ളിലേക്ക് ഇരച്ചെത്തി. നിയമം വിജയിച്ചു. അവസാനം പോലീസ് മോഹനെയും അസിസ്റ്റന്റിനെയും അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റുന്നു. വില്യംസ് വിജയിയുടെ ഭാവത്തോടെ നടന്നു നീങ്ങുന്നു. മോഹന്റെ 404 ട്രാപ്പ് തകർത്ത ഡിറ്റക്റ്റീവ് വില്യംസിന്റെ വിജയം നിങ്ങൾ കണ്ടുവല്ലോ. നിയമം വിജയിച്ചെങ്കിൽ ഇനി എൻ്റെ ഊഴമാണ്. വില്യംസിന്റെ അടുത്ത സാഹസിക യാത്ര കാണാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ത്രില്ലിംഗ് കേസ് ഉടൻ വരുന്നു. കാത്തിരിക്കുക.